79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ നിറവിലാണ് രാജ്യം. ഭാരതത്തെ വെട്ടിമുറിച്ച വിഭജനത്തിന്റെ ഭീതിയും വേദനയും ഓർമ്മിച്ചുകൊണ്ടാണ് നാം സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിലേക്ക് കടക്കുന്നത്. സ്വാതന്ത്ര്യം നേടി 79 വർഷം പിന്നിടുമ്പോൾ ലോകത്തിലെ മികച്ച സാമ്പത്തിക സൈനിക ശക്തിയായി ഭാരതം മാറുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ദേശീയ നിലപാടുകളും സാംസ്കാരിക കാലങ്ങൾ നീണ്ട വൈദേശിക അധിനിവേശം അവസാനിപ്പിക്കുന്നതിനായി നിരവധി ധീരദേശാഭിമാനികൾ നടത്തിയ ഐതിഹാസികമായ പോരാട്ടം ഓർത്തെടുക്കാതെ നമുക്ക് കടന്നുപോകാനാകില്ല. ബാലഗംഗാധര തിലകനും സുഭാഷ് ചന്ദ്രബോസും സർദാർ വല്ലഭഭായ് പട്ടേലും പഴശ്ശിരാജയും ഉൾപ്പെടെ നമുക്ക് പേരറിയാവുന്ന നിരവധി പേർ. അതിനുമപ്പുറം നമുക്കറിയാത്ത കഴിഞ്ഞ കാലങ്ങളിൽ രാജ്യം വിസ്മരിച്ചു പോയ നിരവധി ധീരദേശാഭിമാനികൾ. അൺസങ് ഹീറോസ് എന്ന ക്യാമ്പയിനിലൂടെ അത്തരം വീരന്മാരെ രാജ്യത്തിനും പുതുതലമുറയ്ക്കും പരിചയപ്പെടുത്താനായി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അഥവാ മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നു. അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന സമര സിദ്ധാന്തത്തിലൂടെ ലോകമെമ്പാടും ഗാന്ധി ശ്രദ്ധേയനായി. മഹത്തായ ആത്മാവ് എന്നർത്ഥം വരുന്ന മഹാത്മാ, അച്ഛൻ എന്ന് അർത്ഥം വരുന്ന ബാപ്പു എന്നീ നാമവിശേഷണങ്ങൾ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുള്ള സാന്നിധ്യം വ്യക്തമാക്കുന്നു. കേവലമൊരു രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാൾ ദാർശനികനായും ഗാന്ധി ലോകമെമ്പാടും അറിയപ്പെടുന്നു. കരംചന്ദ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയിൽ നിന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ അഹിംസാ സമരമാർഗത്തിന്റെ മുഖമായ മഹാത്മായിലേക്കുള്ള രൂപമാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ടാകും. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ജീവിതയാത്രയിൽ മാറ്റി നിർത്താനാവാത്ത പങ്കാളിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ കസ്തൂർബ ഗാന്ധി. അന്ന് ബ്രിട്ടീഷ് പോലീസ് കസ്തൂർബയെ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ അനുയായിയായ സുശീലയോട് പറഞ്ഞു, ഇനിയൊരു മടങ്ങിവരവുണ്ടാവില്ല, ഇത് അവസാന ജയിൽവാസമാകാം. ആ പ്രവചനം സത്യമായി. കസ്തൂർബ പിന്നീട് മടങ്ങി വന്നില്ല. എന്നും തന്റെ നിഴലായി നടക്കാൻ ആഗ്രഹിച്ച കസ്തൂർബായുടെ മഹത്വം ഭർത്താവായ മഹാത്മാഗാന്ധി ഒറ്റ വാചകത്തിൽ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: എന്നേക്കാൾ ഉയരത്തിൽ നിന്നവൾ. പോരാട്ട വഴികളിൽ ഗാന്ധിജിക്കു കരുത്തായി നിന്ന അവരെ ബാ ചേർത്തു രാജ്യം വിളിച്ചു. ഗുജറാത്തിയിൽ ബാ എന്നതിന്റെ അർത്ഥം അമ്മ എന്നാണ്. ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ച കസ്തൂർബ കപാഡിയ അങ്ങനെ കസ്തൂർബ ആയി. 1860 ജവഹർലാൽ നെഹ്റു എന്ന പേരിനെ ഈ കൊച്ചിടത്തിൽ അടയാളപ്പെടുത്തുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ജീവിതത്തെക്കുറിച്ചും ആ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത്രയേറെ പറയാനുണ്ട്. എങ്കിലും ഒരു വാക്യത്തിൽ പറയാൻ പറ്റുന്ന ഒരു വിശേഷണം ഇവിടെയുണ്ട്. അത് നെഹ്റു നിർമ്മിച്ചെടുത്ത ആധുനിക ഇന്ത്യ എന്ന വീട്ടിലാണ് നാം ഇന്നും താമസിക്കുന്നത് എന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് നമുക്കൊന്നോർക്കാം. സ്വതന്ത്ര ഭാരതത്തിൻ്റെ ശില്പി എന്ന അപരനാമത്താൽ ലോകപ്രശസ്തനായ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ചാ നെഹ്റു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനിപ്പുറം നെഹ്റുവിൻ്റെ നേതൃത്വം ഇന്ത്യക്ക് ലഭിച്ചത് സത്യത്തിൽ ഭാഗ്യമാണ്. ചരിത്രത്തിൽ ഇന്ത്യക്ക് കൂടുതൽ മുന്നേറാമായിരുന്നു എന്ന് ചിലർ ഈ കാലത്ത് പറയുമെങ്കിലും അതുപോലെ തന്നെ ഇന്ത്യക്ക് കൂടുതൽ പരിതാപകരമായ അവസ്ഥയിലേക്കും പോവാമായിരുന്നല്ലോ. എന്നാൽ അതുണ്ടായില്ല. പകരം കെട്ടുറപ്പുള്ള ഒരു ഇന്ത്യയെ സമ്മാനിക്കുന്നതിൽ അതിബുദ്ധിമാനും ദീർഘവീക്ഷണവുമുള്ള നെഹ്റു എന്ന വ്യക്തിയുടെ നേതൃപാടവം ഇന്ത്യക്ക് ഗുണകരമായി എന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ട് തന്നെയാണ് സി രാജഗോപാലാചാരി അദ്ദേഹത്തെ മോസ്റ്റ് സിവിലൈസ്ഡ് മാൻ ആൻഡ് എ മാൻ ഡിയർ ടു ദ നേഷൻ എന്ന് വിശേഷിപ്പിച്ചത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ വായിച്ചവർക്ക് നെഹ്റുവിൻ്റെ കഴിവുകളെയും ആശയങ്ങളെപ്പറ്റിയും മറിച്ചൊരു ചിന്ത ഉണ്ടാവത്തുമില്ല. കേരളത്തിലെ ഒരു ജന്മി കുടുംബത്തിൽ ജനനം. മദുരാശിയിലെ അതിസമ്പന്നനായ ബാരിസ്റ്ററുടെ മകളായി ആഡംബരത്തിന്റെ മടിയിൽ ചിലവിട്ട കൗമാരം. ഉന്നതമായ മെഡിക്കൽ വിദ്യാഭ്യാസം, ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യം. പക്ഷെ അവൾ തെരഞ്ഞെടുത്തത് കാട്ടിലും മേട്ടിലും ബ്രിട്ടീഷ് പട്ടാളവുമായി ആയുധമെടുത്ത് പോരാടുകയായിരുന്നു.
ജന്മനാടിൻ്റെ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുകയായിരുന്നു ലക്ഷ്യം. അതായിരുന്നു ലക്ഷ്മി സ്വാമിനാഥൻ എന്ന പിൽക്കാലത്തെ ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ സാഹസിക ജീവിതം. ആയിഷ, അറക്കൽ ആയിഷ. യൂറോപ്യൻ ശക്തികൾ കേരളത്തിൽ സ്വാധീനം ഉറപ്പിക്കുന്ന കാലത്ത് കണ്ണൂരിൻ്റെ പട്ടണത്തിലെയും അറബിക്കടലിലെയും പ്രബല ശക്തിയായിരുന്നു അറക്കൽ വംശം. ഏറ്റവും മികച്ച നാവികപ്പടയുമായി അവർ ഒരു കാലത്ത് കളം നിറഞ്ഞു. 1800കളിൽ പ്രശസ്ത സഞ്ചാരിയായിരുന്ന ഫ്രാൻസിസ് ബുഖാനൻ അറക്കൽ കൊട്ടാരത്തിൻ്റെ ഐശ്വര്യ സമൃദ്ധിയെക്കുറിച്ച് അത്രമാത്രം എഴുതി വച്ചിട്ടുണ്ട്. കണ്ണൂരിൻ്റെ ചരിത്രത്തിൽ നിർണായകമായി നിലകൊണ്ട ആ വംശത്തിൻ്റെ കഥ ആരംഭിക്കുന്നത് 11-12 നൂറ്റാണ്ടിലാണെന്ന് പറയാം. ആ കഥ കോലത്തിരി കുടുംബത്തിലെ ഒരു രാജകുമാരിയുടേതു കൂടിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സുഭാഷ് ചന്ദ്രബോസ് എന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ജീവിതകഥയും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതിബുദ്ധിമാനായ, മെട്രിക്കുലേഷൻ പരീക്ഷയിൽ ഒന്നാമനായ, ഫിലോസഫിയിൽ ബിരുദം നേടിയ സുഭാഷ് ചന്ദ്രബോസ് 1920 ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയിൽ 4ാം സ്ഥാനത്തായിരുന്നു. ഉയർന്ന ഉദ്യോഗസ്ഥ തലത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്ന അദ്ദേഹം പക്ഷേ തിരഞ്ഞെടുത്ത വഴി മറ്റൊന്നായിരുന്നു. ഇംഗ്ലണ്ടിലെ ട്രെയിനിങ് ഒക്കെ പാതി വഴിയിൽ നിർത്തിക്കൊണ്ട് 1921 അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. ജാലിയൻ വാലാബാഗ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നീറുന്ന ഒരു വേദനയായി നിലനിന്നിരുന്നു. ഇന്ത്യയുടെ സജീവ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം അങ്ങനെ പങ്കാളിയാവുന്നത് ഇത്തരത്തിൽ 1921 ആദ്യകാലത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി സന്ധിയില്ലാ സമരം നടത്തണമെന്നതായിരുന്നു സുഭാഷ് ചന്ദ്രബോസിൻ്റെ ലളിതമായ എന്നാൽ ഉറച്ച രാഷ്ട്രീയ നിലപാട്. 1930 ബോസ് ജയിലിൽ അടക്കപ്പെടുക പോലും ഉണ്ടായി. 1938-30 എന്ന് നിസ്സംശയം പറയാവുന്നതാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ INA എന്നത് നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം മുറുകെ പിടിച്ചിരുന്ന ഒന്നാണ് എന്നുകൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആളുകളുടെ പ്രദേശമോ മതമോ നിറമോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒരു വ്യത്യാസവും INAയിൽ ഉണ്ടായിരുന്നില്ല. കൂടാതെ ജയ് ഹിന്ദ് പോലുള്ള എത്രയോ മുദ്രാവാക്യങ്ങൾ ബോസിലൂടെ ഇന്ത്യൻ ജനങ്ങളിലേക്ക്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ വീരനായിക എന്നാണ് അരുണ ആസഫ് അലിയെ വിശേഷിപ്പിക്കാറുള്ളത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കം കുറിക്കാൻ നിശ്ചയിച്ച 1942 ഓഗസ്റ്റ് 9 ഗാന്ധിജി അടക്കമുള്ള നേതാക്കളെയെല്ലാം അറസ്റ്റ് ചെയ്തു. ആ സമയത്ത് ബോംബെ ഗവാലിയ ടാങ്ക് മൈതാനത്ത് പോലീസ് വലയം ഭേദിച്ച് മൂവർണ്ണക്കൊടി ഉയർത്തിയ അരുണ നാടെങ്ങുമുള്ള വിപ്ലവകാരികൾക്ക് ആവേശമായി. 1909 ജൂലൈ 16 അവിഭക്ത പഞ്ചാബിലെ കാൽക്കയിലാണ് അരുണ ജനിച്ചത്. ആസഫ് അലിയെ വിവാഹം കഴിച്ചതോടെ അവർ അരുണ ആസഫ് അലിയായി. ബ്രിട്ടീഷ് സർക്കാരിനെതിരായ സമരത്തിൽ പങ്കെടുത്ത് 3 തവണ ജയിലിലായിട്ടുണ്ട്. സ്ത്രീകളുടെ വിമോചനം സംബന്ധിച്ച് ഒട്ടേറെ വിദേശ വേദികളിൽ അവർ. ഝാൻസി റാണി എന്ന് കേൾക്കുമ്പോഴേ അറിയാതെ നമ്മുടെ രക്തം തിളയ്ക്കും. കാരണം ഭാരതത്തിന്റെ ധീരവനിത, നാടിന്റെ അഭിമാനം സംരക്ഷിക്കാൻ വെള്ളക്കാരോട് പടപൊരുതി അവസാനം വരെ യുദ്ധം ചെയ്ത വീരമൃത്യു വരിച്ച ഭാരതത്തിന്റെ വീരപുത്രി. മണികർണിക എന്നായിരുന്നു ഝാൻസി റാണിയുടെ യഥാർത്ഥ പേര്. മനു എന്നും വിളിച്ചിരുന്നു. വാരണാസിയിലെ ഒരു പൂജാരിയുടെ മകളായി ജനിച്ചു. പിതാവ് മോരോപാന്ത് താംബെ, അമ്മ ഭാഗീരഥി ബായി. മണികർണികയ്ക്ക് ഇന്ദിരാഗാന്ധി, ഇന്ത്യയുടെ ഉരുക്കുവനിത, ആധുനിക ചരിത്രത്തിലെ ശ്രദ്ധേയരായ ശക്തമായ വനിതാ ഭരണാധികാരികളിൽ ഒരാൾ. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ഏക മകൾ. 1966 മുതൽ 1977 കാലഘട്ടത്തിലും പിന്നീട് 1980 മുതൽ മരണം വരെയും 4 തവണയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചു. ഈ പ്രധാനമന്ത്രി പദം അലങ്കരിക്കുക വഴി ഇവർ തൻ്റെ പിതാവിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിയായി തീർന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു നിർണായക ഏടാണ് പഴശ്ശി വിപ്ലവം. ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾക്കിടയിൽ നിന്നുണ്ടായ ആദ്യ ചെറുത്തുനിൽപ്പുകളിലൊന്ന്. അവിടെ നായകസ്ഥാനത്തു നിൽക്കുന്നത് വീരകേരള സിംഹം പഴശ്ശി രാജാവാണ്. ടിപ്പുവിൻ്റെ സമകാലികൻ, മലബാറിലെ കോട്ടയം രാജവംശത്തിൻ്റെ ഭാഗമായി ഭരണം നടത്തുകയും ജനങ്ങളുടെ കണ്ണിലുണ്ണിയായി മാറുകയും ചെയ്ത രാജാവ്. മലബാറിലേക്കുള്ള മൈസൂർ കടന്നുകയറ്റത്തെ ശക്തമായി പ്രതിരോധിച്ച ധീര ഭരണാധികാരി. ടിപ്പുവിനെതിരെ ബ്രിട്ടീഷ് പാളയത്തിലെത്തി പട നയിച്ച തന്ത്രശാലി. അതേ ബ്രിട്ടൻ അതിര് കടക്കുന്നുവെന്ന് മനസ്സിലാക്കി സധൈര്യം സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിനെതിരെ പോരാടിയ യോദ്ധാവ്. മുമ്പ് ശത്രുപക്ഷത്തുണ്ടായിരുന്ന ടിപ്പുവിനോടൊപ്പം ചേർന്ന് പൊതുശത്രുവിനെതിരെ പട നയിച്ച ഭരണതന്ത്രജ്ഞൻ. വയനാടൻ കാടുകളിൽ ഒളിപ്പോരിൻ്റെ പോരാട്ടപാത തുറന്ന്
ബ്രിട്ടീഷ് പട്ടാളത്തെ വിറപ്പിച്ച ധീരൻ. ഒടുവിൽ മരണത്തെ മുഖാമുഖം കണ്ട നിമിഷവും തലയുയർത്തി ശത്രുവിനെ വിസ്മയിപ്പിച്ച പോരാളി. 1857 മുതൽ അയോധ്യ രാജ്യത്തിന്റെ റീജന്റ് ഭരണാധികാരി, അയോധ്യയുടെ ബീഗം എന്ന ചരിത്രം രേഖപ്പെടുത്തിയ ഹസ്രത്ത് മഹൽ. 1857 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയുള്ള ഇന്ത്യൻ വിപ്ലവത്തിൽ സുപ്രധാന പങ്കുവഹിച്ചു. അയോധ്യയിലെ നവാബായിരുന്ന വാജിദ് അലി ഷായുടെ രണ്ടാം ഭാര്യ. അവധ് എന്നായിരുന്നു അന്ന് അയോധ്യയുടെ പേര്. അയോധ്യ ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തപ്പോൾ കരാർ അനുസരിച്ച് വാജി അലി ഷാ സ്വന്തം സാമ്രാജ്യം വിട്ട് കൊൽക്കത്തയിലേക്ക് മാറി. രാജകുമാരനായ ബ്രിജിസ് ഖദർ പിന്തുടർച്ചക്കാരനായെങ്കിലും പ്രായപൂർത്തിയാകാത്തതിനാൽ മകനുവേണ്ടി ബീഗം ഹസ്രത്ത് മഹൽ റീജന്റായി ഭരണമേറ്റെടുത്തു. ഹസ്രത്ത് മഹലിന്റെ പോരാളികൾ രാജ ജലാൽ സിംഗിന്റെ നേതൃത്വത്തിൽ ഇംഗ്ലീഷ് പട്ടാളത്തോട് യുദ്ധം ചെയ്ത് ലഖ്നൌവിന്റെ നിയന്ത്രണം പിടിച്ചു. പക്ഷേ വൈകാതെ ബ്രിട്ടീഷ് സേന ലഖ്നൌയെയും അയോധ്യയുടെ ഭൂരിഭാഗവും കീഴടക്കിയതോടെ ഹസ്രത്ത് മഹലിന് തോൽവി സമ്മതിക്കേണ്ടി വന്നു. തുടർന്ന് നേപ്പാളിലേക്ക് പലായനം. 1879 മരണം. കാഠ്മണ്ഡുവിലെ ഖണ്ഡാഘാർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം. ಅವರು ನಾರಿ ಶಕ್ತಿಯ ಪ್ರತೀಕವಾಗಿದ್ದವರು. ಒನಕೆಯ ಮೂಲಕ ಹೈದರಾಲಿ ಸೈನಿಕರನ್ನು ಏಕಾಂಗಿಯಾಗಿ ಕೊಂದ ದಿಟ್ಟ ಮಹಿಳೆ. ಚಿತ್ರದುರ್ಗದ ಕೋಟೆಯಲ್ಲಿರುವ ಕಲ್ಲು ಬಂಡೆಯ ಹಾಗೆ ಗಟ್ಟಿಯಾಗಿ ನಿಂತು ಇತಿಹಾಸ ಪುಟದಲ್ಲಿ ಚರಿತ್ರೆಯ ಕಹಳೆ ಊದಿದ ಕೀರ್ತಿ ವೀರವನತೆ ಒನಕೆ ಓಬವ್ವ ಅವರಿಗೆ ಸಲ್ಲುತ್ತದೆ. ಭಾರತದ ಚರಿತ್ರೆಯಲ್ಲಿ ಕರ್ನಾಟಕಕ್ಕೆ ವಿರೋಚಿತ ಇತಿಹಾಸವಿದೆ. ಇಂತಹ ಕರ್ನಾಟಕದಲ್ಲಿ ಚಿತ್ರದುರ್ಗವು ಐತಿಹಾಸಿಕವಾಗಿ, ಸಾಂಸ್ಕೃತಿಕವಾಗಿ ಮತ್ತು ಶೈಕ್ಷಣಿಕವಾಗಿ ಅಮೂಲ್ಯವಾದ ಕಾಣಿಕೆ ನೀಡಿದ ತಾಣವಾಗಿದೆ. ಚಿತ್ರದುರ್ಗ ಎಂಬ ಹೆಸರೇ ಒಂದು ಚೈತನ್ಯದ ಜಲಪಾತ. ಸಾಹಸಿಗಳ ಇತಿಹಾಸ, ಪ್ರಸಿದ್ಧ ಸಾಧನೆಗಳಿಂದ ರಾರಾಜಿಸುತ್ತಿರುವ ಮರೆಯಲಾಗದ ಮಹಾನ್ ತಾಣ. ಮಹಾಪರಾಕ್ರಮಿ ರಾಜವೀರ ಮದಕರಿ ನಾಯಕರು ಆಳಿದ ಪವಿತ್ರ ಭೂಮಿ ಇದು. ನಾಡಿನ ವೀರ ವನಿತೆಯರ ಸಾಲಿಗೆ ಸೇರುವ ಚಿತ್ರದುರ್ಗದ ಒನಕೆ ಓಬವ್ವ 18ನೇ ಶತಮಾನದಲ್ಲಿಯೇ ವಿರೋಧಿಗಳ ವಿರುದ್ಧ ಏಕಾಂಗಿಯಾಗಿ ಹೋರಾಡಿದ സാഹസി മഹിളെ. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സരോജിനി നായിഡു ഒരു ബാലപ്രതിഭയും സ്വാതന്ത്ര്യ സമര സേനാനിയും കവയിത്രിയും ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ ആവുന്ന ആദ്യ വനിതയും ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ ഗവർണർ ആവുന്ന ആദ്യ വനിതയും സരോജിനി നായിഡു ആയിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായിരുന്നു നായിഡു. ദണ്ഡി യാത്രയിൽ മഹാത്മാഗാന്ധിയെ അനുഗമിച്ചു. സരോജിനി ഇന്ത്യൻ യുവത്വത്തെ സ്വാധീനിച്ച ഒരു അസാധാരണ വ്യക്തിത്വം സ്വാമി വിവേകാനന്ദൻ. ഭാരതീയ സംസ്കാരത്തിന്റെ സവിശേഷതകൾ ലോകത്തെ ബോധ്യപ്പെടുത്തി മനുഷ്യവർഗത്തെ ആധ്യാത്മികമാക്കുകയെന്നത് ഭാരതത്തിന്റെ കർത്തവ്യമാണെന്ന് വിശ്വസിച്ച് ലോകത്തിന് വെളിച്ചം പകരാൻ ഇന്ത്യ ഉണരണമെന്ന് ആഹ്വാനം ചെയ്ത് ദേശീയ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു മഹത്തായ വ്യക്തിത്വം ಸ್ವಾಮಿ ವಿವೇಕಾನಂದ. ನಿಮಗೆಲ್ಲ ನಮ್ಮ ಚಾನೆಲ್ ಜಯಸ್ ಜ್ಞಾನಕ್ಕೆ ಸ್ವಾಗತ. ಇಂದು ನಾವು ಕಿತ್ತೂರು ರಾಣಿ ಚೆನ್ನಮ್ಮ ಸ್ವತಂತ್ರದ ಕಿಚ್ಚು, ನಮ್ಮ ರಾಣಿ ಚೆನ್ನಮ್ಮರವರ ಸಂಪೂರ್ಣ ಚರಿತ್ರೆಯನ್ನು ಬಹಳ ಚಿಕ್ಕದಾದ ವಿಡಿಯೋದಲ್ಲಿ ಚೊಕ್ಕವಾಗಿ ತಿಳಿಸಿದ್ದೇವೆ. ದಯವಿಟ್ಟು ಕಂಪ್ಲೀಟ್ ಆಗಿ ವಾಚ್ ಮಾಡಿ ಮತ್ತು ನಮ್ಮ ಚಾನಲನ್ನು ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿಕೊಳ್ಳೋದನ್ನು ಮರಿಬೇಡಿ. ಬನ್ನಿ. ಕಿತ್ತೂರು ರಾಣಿ ಚೆನ್ನಮ್ಮ ಸ್ವತಂತ್ರದ ಕಿಚ್ಚು. ಕರುನಾಡಿನ ಮಣ್ಣಿನಲ್ಲಿ ಅದೆಷ್ಟೋ ವೀರ ರಾಣಿಯರ ಕಥೆಗಳು ಹುದುಗಿವೆ. ಅಂಥವರಲ್ಲಿ ಅಗ್ರಗಣ್ಯರು ಕಿತ್ತೂರು ರಾಣಿ ಚೆನ್ನಮ್ಮ. 19ನೇ ಶತಮಾನದ ಆರಂಭದಲ್ಲಿ ಬ್ರಿಟಿಷರ ದಬ್ಬಾಳಿಕೆ ಹೆಚ್ಚಾಗಿದ್ದ ಕಾಲವದು. ಪುಟ್ಟ ಸಂಸ್ಥಾನವಾಗಿದ್ದರೂ ಕಿತ್ತೂರು ಸ್ವಾಭಿಮಾನದ ಕೆಚ್ಚನ್ನು ಹೊತ್ತಿತ್ತು. ಆ ಕೆಚ್ಚಿನ ದೀಪವಾಗಿದ್ದಳು ರಾಣಿ ಚೆನ್ನಮ್ಮ. സ്വാതന്ത്ര്യ സമര സേനാനി, രാഷ്ട്രീയ നേതാവ്, പത്രപ്രവർത്തകൻ, സാമൂഹിക പരിഷ്കർത്താവ് എന്നീ നിലകളിൽ പ്രശസ്തനായ ഒരു ഇന്ത്യൻ നേതാവായിരുന്നു ബാൽ ഗംഗാധർ തിലക്.
ബാൽ ഗംഗാധർ തിലക് പേരുകേട്ട സംസ്കൃത പണ്ഡിതനായിരുന്നു. വേദ ആചാര്യന്മാരുടെ കാലനിർണയം ചെയ്തത് അക്കാലത്ത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഹോം റൂൾ പ്രസ്ഥാനം അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ അദ്ദേഹത്തിന്റെ ആശയവുമാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ മുദ്രാവാക്യമായിരുന്നു ഇന്ത്യക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം വേണമെന്ന് പ്രഖ്യാപിച്ച ആദ്യ നേതാക്കളിൽ ഒരാളാണ്. ഇന്ത്യൻ ചരിത്രം, സംസ്കൃതം, ഹിന്ദുത്വം, ഗണിതശാസ്ത്രം, ജ്യോതിഷ്യം തുടങ്ങിയ വിഷയങ്ങളിൽ അഗാധമായ പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ ഗുരുസ്ഥാനിയായ അദ്ദേഹമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷം സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കും. പീഡിതർക്കും മർദ്ദിതർക്കും വേണ്ടി പോരാടിയ സമർത്ഥനായ നീതിനായകൻ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തെ താങ്ങി നിർത്തുന്ന ഭരണഘടനയുടെ ശില്പി, ക്രാന്തദർശിയായ സാമൂഹ്യ പരിഷ്കർത്താവ്, സ്വന്തം ജന്മാവകാശങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരു ഭാരതീയനും കൃതജ്ഞതയോടെ സ്മരിക്കേണ്ട നാമം. വിദേശത്തു നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ അംബേദ്കർ ആയിരുന്നു. തൊട്ടുകൂടാത്തവനായി പിറന്ന അംബേദ്കറുടെ ബാല്യം ദുരിതപൂർണമായിരുന്നു. ക്ലാസ് മുറിയുടെ മൂലയ്ക്കായിരുന്നു സ്ഥാനം. എല്ലാ ദുരിതങ്ങളും അതിജീവിച്ച അംബേദ്കർ 1908 ഹൈസ്കൂൾ ജയിച്ചു. ഒരു അധകൃതന് അക്കാലത്ത് സ്വപ്നം കാണാൻ പോലുമാകാത്ത നേട്ടം. 1920 ലണ്ടനിൽ പോയി. എന്റെ പേര് ആസാദ്, എന്റെ അച്ഛന്റെ പേര് സ്വതന്ത്ര, എന്റെ വാസ്തലം ജയിൽ. ഇത് പറയുന്നത് മറ്റാരുമല്ല, വിപ്ലവകരമായ ഇന്ത്യയുടെ മുഖം. കാക്കോരി ട്രെയിൻ കവർച്ച, ലാഹോറിലെ സ്റ്റോണ്ടേഴ്സിന്റെ വെടിവെപ്പ്, അസംബ്ലി ബോംബെറിയൽ സംഭവം, ലാലാ ലജ്പത് റായുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യൽ തുടങ്ങി നിരവധി സംഭവങ്ങളിൽ ക്രമേണ പങ്കാളിയായിരുന്ന, ലിബറലിസം, സോഷ്യലിസം, അരാജകത്വം തുടങ്ങിയ രാഷ്ട്രീയ പ്രത്യാശാസ്ത്രങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചിരുന്ന ചന്ദ്രശേഖർ ആസാദ് എന്ന ചന്ദ്രശേഖർ തിവാരി. സഹന സമരത്തിന്റെയും സത്യാഗ്രഹത്തിന്റെയും ഒക്കെ പാത വെടിഞ്ഞ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ സധൈര്യം വെല്ലുവിളിച്ച വിപ്ലവകാരികളുടെ കൂടി ചരിത്രമുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്. തോക്കുകൾ കൊണ്ടും ആയുധബലം കൊണ്ടും കൊളോണിയൽ സർക്കാർ കാട്ടിയിരുന്ന നീതികേടുകൾക്കെതിരെ ശബ്ദമുയർത്തിയ പോരാളി, ബാല്യവും കൗമാരവും യൗവനവുമൊക്കെ സമരതീക്ഷ്ണമാക്കിയ യുവ വിപ്ലവകാരി, കയ്യാങ്കളിക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ വൈമനസ്യം കാട്ടാതിരുന്ന ധൈര്യശാലി, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ കിടുകിട വിറപ്പിച്ച് 23-ാം വയസ്സിൽ നെഞ്ചുവിരിച്ച് ശിരസുയർത്തി രാജ്യത്തിനു വേണ്ടി തൂക്കുകയറേറ്റു. സാംസ്കാരികതയുടെയും പൈതൃകത്തിൻ്റെയും സമ്പദ് വ്യവസ്ഥതയുടെയും ഒരു കലവറയായിരുന്നു ഇന്ത്യ മഹാരാജ്യം. നാടുവാഴികളും നാട്ടുരാജാക്കന്മാരുടെയും ഭരണത്തിൽ ഈ മഹാരാജ്യത്തിലെ ഭൂരിഭാഗം ജനങ്ങളും അല്ലലില്ലാതെ സന്തോഷത്തോടെ ജീവിക്കുന്ന കാലമായിരുന്നു. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി 12 മണിക്ക് ഓരോ ഭാരതീയനും സ്വപ്നം കണ്ടിരുന്ന ആ സുവർണ നിമിഷം സംജാതമായി ഇന്ത്യൻ സ്വാതന്ത്ര്യം. ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ നമുക്ക് വേണ്ടി പോരാടിയ ധീര സമരനായകരായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, രവീന്ദ്രനാഥ് ടാഗോർ, ദാദാഭായ് നവറോജി, ബാലഗംഗാധര തിലകൻ, ഗോപാലകൃഷ്ണ ഗോഖലെ, ചന്ദ്രശേഖർ ആസാദ്, റാഷ് ബിഹാരി ബോസ്, ജതീന്ദ്രദാസ്, അരവിന്ദ് ഘോഷ്, ഭഗത് സിംഗ്, അങ്ങനെ ഒട്ടനവധി. സ്വാതന്ത്ര്യം തന്നെ ജീവിതം ഭാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം.